friends, it's me Ancy and welcome back to my channel. അപ്പോൾ നമ്മൾ ഒബ്സ്ട്രിറ്റിക് ആൻഡ് ഗൈനക്കോളജി നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസി ആണ്. പ്രഗ്നൻസിയിൽ നമുക്ക് 3 ട്രൈമസ്റ്റർ ഉണ്ടല്ലേ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. അപ്പോൾ ഓരോ ട്രൈമസ്റ്ററിലും പ്രഗ്നൻസി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക, പ്രഗ്നൻസിയിൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക, അങ്ങനെയുള്ള എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ട്രൈമസ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ നോക്കാം. The duration of pregnancy has traditionally been calculated by the clinician in the term of 10 lunar month അല്ലെങ്കിൽ 9 calendar month plus 7 days അല്ലെങ്കിൽ 280 days അല്ലെങ്കിൽ 40 weeks. ഇങ്ങനെയൊക്കെയാണ് പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ 280 days അല്ലെങ്കിൽ 40 വീക്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ആണ്. ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ മെൻസ്ട്രൽ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നു. മനസ്സിലായോ? നമ്മൾ മെൻസ്ട്രൽ പീരീഡിൻ്റെ, അതായത് ഇപ്പോൾ ഓഗസ്റ്റ്, അപ്പോൾ നമ്മുടെ അതിന് മുമ്പേ ഉള്ള മാസം ജൂലൈയിലെ ആണ് മെൻസ്ട്രൽ പീരീഡ് എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ മെൻസ്ട്രൽ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് 12 വീക്ക് ഓഫ് പ്രഗ്നൻസി ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ കുറച്ച് സബ്ജക്റ്റീവ് സിംറ്റംസ്, അതായത് അമ്നോറിയ, മോർണിംഗ് സിക്നസ്, ഫ്രീക്വൻസി ഓഫ് മെച്ചുറേഷൻ, ബ്രസ്റ്റ് ഡിസ്കംഫോർട്ട്, ഫറ്റീഗ്, ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളിൽ കാണുന്ന മെയിനായിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ നമുക്ക് ഓരോ സിംറ്റംസ് ആയിട്ട് നോക്കാം. അമ്നോറിയ അറിയാമല്ലേ, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ഒരു ലേഡിക്ക് ഫസ്റ്റ് ഡൗട്ട് തോന്നുന്നത് മെൻസ്ട്രൽ സൈക്കിളിലുള്ള ഡീവിയേഷൻ കാരണമാണ്. അപ്പോൾ അതിനെയാണ് അമ്നോറിയ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രൈമി ഗ്രാവിഡയിൽ ചില സമയത്ത് എല്ലാവരിലും കാണുമെന്നില്ല, ചിലർക്ക് മാത്രം ഒരു ചെറിയൊരു സ്കാൻഡി ബ്ലീഡിങ് കാണും. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഒരു ചെറിയൊരു സ്കാൻഡി ബ്ലീഡിങ് കാണും. അതിനെ നമ്മളൊരു പ്ലാസിൻ്റെ സൈനായിട്ടാണ് കണക്കാക്കുന്നത്. ചില സമയത്ത് ഈ ഒരു ബ്ലീഡിങ്ങിനെ നമ്മൾ ത്രെഡ് ആൻഡ് അബോർഷൻ ആണോ എന്ന്, അതായത് ഒരു പത്തോളജിക്കൽ ബ്ലീഡിങ് ആണോ എന്ന് കൺഫ്യൂഷൻ ആകാറുണ്ട്. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറലാണ്, നാച്ചുറലായിട്ട് വരുന്ന ഒരു ബ്ലീഡിങ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്നോറിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഇനി സെക്കൻഡ് വൺ, മോർണിംഗ് സിക്നസ്. ഒരു 50% ഓഫ് കേസസിൽ, മെയിൻലി ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് മോർണിംഗ് സിക്നസ് കാണുന്നത്. മോർണിംഗ് സിക്നസ് എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ചില സമയത്ത് വോമിറ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇത് മദറിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസിനെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാറില്ല. അതാണ് മോർണിംഗ് സിക്നസ്. നെക്സ്റ്റ് വൺ, ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ. ഈ ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ കൂടുതലായിട്ട് കാണുന്നത്, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് 8th to 12th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണ്. കാരണം ബൾക്കി യൂട്രസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്ലാഡറിനെ കംപ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബ്ലാഡർ മ്യൂക്കോസയുടെ കഞ്ചഷൻ കാരണം, അതുമല്ലെങ്കിൽ മെറ്റേണൽ ഓസ്മോ റെഗുലേഷൻ, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ തോന്നുന്നത്. നെക്സ്റ്റ് വൺ, ബ്രസ്റ്റ് ഡിസ്കംഫോർട്ട്. ബ്രസ്റ്റ് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് അല്ലെങ്കിൽ ഒരു പ്രിക്കിൻ സെൻസേഷൻ ഒരു 6 to 8 വീക്കിൽ പ്രൈമി ഗ്രാവിഡയിൽ കണ്ടു തുടങ്ങുന്നു. ഇതാണ് ബ്രസ്റ്റ് കംഫോർട്ട്. പിന്നെ ഒരു ഫറ്റീവ് ഏർലി പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലേ, ഭയങ്കര ക്ഷീണം തോന്നുക പറയും. ഇതൊക്കെയാണ് സബ്ജക്റ്റീവ് സിംറ്റംസ്: അമ്നോറിയ, മോർണിംഗ് സിക്നസ്, ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ, ബ്രസ്റ്റ് ഡിസ്കംഫോർട്ട് ആൻഡ് ഫറ്റീഗ്. ഇനി നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഒബ്ജക്റ്റീവ് സിംറ്റംസ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് സിംറ്റംസിൽ ഫസ്റ്റ് വൺ, ബ്രസ്റ്റ് ചേഞ്ചസിൽ ഒരു 6 to 8 വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ വാസ്കുലാർ എൻഗോർജ്മെൻ്റ് ഒക്കെ നടന്നിട്ട് അവിടുത്തെ വെയിൻസ് ഒക്കെ കുറച്ചുകൂടെ വിസിബിൾ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ നിപ്പിൾസും ഏരിയകളൊക്കെ കുറച്ചുകൂടെ പിഗ്മെൻറ്റഡ് ആവും. പിന്നെ ഉള്ളതാണ് മോണ്ടഗുമെറി ട്യൂബർക്കിൾസ്. ഈ ഇമേജ് കാണുന്നുണ്ടല്ലോ, നമ്മുടെ മോണ്ടഗുമെറി ട്യൂബിൾസൊക്കെ കൂടുതൽ പ്രോമിനൻ്റ് ആവും. ഇനി 12th വീക്ക്, ഏർലി ഇൻ 12th വീക്കിൽ തന്നെ നമ്മുടെ കൊളസ്ട്രം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൊളസ്ട്രോൾ അറിയാലോ, ഇത് യെല്ലോയിഷ് സെക്രീഷനാണ്. അത് നമുക്കൊരു യെല്ലോയിഷ് സെക്രീഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്
ബ്രസ്റ്റ് ചേഞ്ചസ് പറയുന്നത്. ഇനി പെർ അബ്ഡോമൻ നോക്കുകയാണെങ്കിൽ യൂട്രസ് ഒരു 12th വീക്ക് വരെ ഒരു പെൽവിക് ഓർഗനായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ചില സമയത്ത് ഇറ്റ് മേ ബി ജസ്റ്റ് ഫെൽറ്റ് പെർ അബ്ഡോമൻ ആസ് എ സുപ്രാപ്യൂബിക് ബൾജ്. അപ്പം അത്രയൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി പെർ അബ്ഡോമൻ ചേഞ്ച്. ഇനി നമ്മൾ പറയുന്നത് കുറച്ച് സയൻസാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സയൻസ് തന്നെയാണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ ജാക്വിമേഴ്സ് ആൻഡ് ചാഡ്വിക് സൈൻ. അതിലെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആൻറ്റീരിയർ വജൈനൽ വാളാണെങ്കിൽ ഒരു ഡസ്കി ഹ്യൂ കളറായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? കൂടുതൽ വാസ്കുലർ കൺജഷൻ വരുന്നത് കൊണ്ട് ആൻറ്റീരിയർ വജൈനൽ വാളിൻ്റെ കളറ് കൂടുതൽ ഡസ്കി ആവുന്നു. ഒരു 8th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലായിരിക്കും ഈ സൈൻ കാണാം, ജാക്വിമേർ സൈൻ ആൻഡ് ചാഡ്വിക് സൈൻ. നെക്സ്റ്റ് വൺ ഒസിയാണ്ടർ സൈൻ. ഒസിയാണ്ടർ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലാറ്ററൽ ഫോർണിക്സിൽ ഒരു പൾസേഷൻ ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെയാണ്. ഇത് കാണുന്നത് 8th വീക്ക് ഓഫ് പ്രഗ്നൻസി. ജാക്വിമേർ സൈൻ ആൻഡ് ചാഡ്വിക് സൈൻ കാണുന്നതും 8th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണ്. ഒസിയാണ്ടർ സൈൻ കാണുന്നതും 8th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണ്. നെക്സ്റ്റ് വൺ ഗുഡിൽ സൈൻ. ഗുഡിൽ സൈൻ കൂടുതലും മൾട്ടി പാരയിലായിരിക്കും കാണുന്നത്. നമ്മുടെ സെർവിക്സ് എക്സാം ചെയ്യുവാണെങ്കിൽ, സ്പെക്കുലം എക്സാമിൻ ചെയ്യുവാണെങ്കിൽ സെർവിക്സ് ബ്ലൂയിഷ് ഡിസ്കളറേഷനായിട്ട് കാണപ്പെടും ഡ്യൂ ടു ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി. അതാണ് ഗുഡിൽ സൈൻ. ഓക്കെ, ജാക്വിമേഴ്സ് പറഞ്ഞു, ചാഡ്വിക്, ഒസിയാണ്ടർ, ഗുഡിൽസ്. നെക്സ്റ്റ് വൺ പിസ്കാസെക് സൈൻ. പിസ്കാസെക് സൈൻ എന്ന് പറയുന്നത് അസിമെട്രിക്കൽ എൻലാർജ്മെൻറ്റ് ഓഫ് ദ യൂട്രസ്. നമ്മുടെ കുഞ്ഞ് ലാറ്ററലി ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു അസിമെട്രിക്കൽ എൻലാർജ്മെൻറ്റ്, യൂട്രസിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും വലുതായിട്ടിരിക്കുന്നത്. അതിനെയാണ് പിസ്കാസെക് സൈൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ. സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ഫ്രം 13 to 28 വീക്ക്. 13 to 28 വീക്കാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഫസ്റ്റ് വൺ ക്വിക്കനിങ്. ക്വിക്കനിങ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് അമ്മ ഫീറ്റൽ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത്, അതായത് ഫീലിംഗ് ഓഫ് ലൈഫ് എന്ന് പറയില്ലേ, നമ്മുടെ അബ്ഡോമിനകത്തുനിന്നൊരു ക്വിക്കനിങ്, ഒരു എന്താ പറയുക, ഒരു കുഞ്ഞിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഫീറ്റൽ മൂവ്മെൻറ്റ് ആദ്യമായി പെർസീവ് ചെയ്യുന്നത് ക്വിക്കനിങ്ങിലാണ്. അതിനെയാണ് ക്വിക്കനിങ് എന്ന് പറയുന്നത്. യൂഷ്വലി അതൊരു 18th വീക്കിലായിരിക്കും, അതായത് 18ാമത്തെ ആഴ്ചയിലായിരിക്കും. മൾട്ടി പാരയിലൊരു 16ാമത്തെ ആഴ്ചയിൽ തന്നെ ക്വിക്കനിങ് കിട്ടും. പ്രൈമിയിൽ 18 ആഴ്ചയിലും മൾട്ടിയിൽ 16 ആഴ്ചയിലും. ഓക്കെ, ഇനി അടുത്തത് ലീനിയ നൈഗ്ര. ലീനിയ നൈഗ്ര നിങ്ങൾ ആ ഇമേജ് കണ്ടോ? നമ്മുടെ സിംഫൈസിസ് പുബിക് തൊട്ട് എൻസിഫോം കാർട്ടിലേജ് വരെ കാണുന്ന എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലീനിയർ പിഗ്മെൻ്റഡ് ലൈനാണ് ലീനിയ നൈഗ്ര. ഒരു 20th വീക്ക് തൊട്ട് നമുക്ക് ലീനിയ നൈഗ്ര എവിഡൻ്റ് ആയിട്ട് തുടങ്ങും. is a linear pigmented zone extending from the symphysis pubis to ensiform cartilage. It will be visible as early as 20th week. Okay. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 13 തൊട്ട് 28ാമത്തെ ആഴ്ചയാണ്. ഫസ്റ്റ് നമ്മൾ ക്വിക്കനിങ്, അതായത് ഫീലിംഗ് ഓഫ് ലൈഫ് പറഞ്ഞു. സെക്കൻഡ് പറയുന്നത് ലീനിയ നൈഗ്ര. It's a pigmented zone, linear pigmented zone extending from the symphysis pubis to ensiform cartilage. It may be visible as early as 20th week. Okay. Next one, fundal height. Fundal height ഓരോ ആഴ്ചയിലും നമ്മൾ പറയുന്നുണ്ടല്ലേ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഫണ്ടൽ ഹൈറ്റ് ഈസ് ഇൻക്രീസ് വിത്ത് നമ്മുടെ യൂട്രസ് എൻലാർജ് ചെയ്യുന്നതനുസരിച്ച് ഫണ്ടൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഇമേജ് കണ്ടോ? ഈ ഇമേജ് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് വീക്കിലെ കാര്യങ്ങൾ പറയാം. യൂട്രസിൻ്റെ ഹൈറ്റ് മിഡ് വേ ബിറ്റ്വീൻ സിംഫൈസിസ് പുബിക് ആൻഡ് ആംബ്ലിക്കസ് അറ്റ്
16th വീക്ക് 16ാമത്തെ ആഴ്ചയിൽ സിംഫൈസിസ് പുബിക്കിനും അംബ്ലിക്കസിനും ഇടയ്ക്കായിരിക്കും യൂട്രസ്. 24th at the level of umbilicus. Okay, and at the junction of the lower third and upper third of the distance between umbilicus and ensiform cartilage 28th week. 28ാമത്തെ ആഴ്ചയാകുമ്പോൾ അംബ്ലിക്കസിനും എൻസിഫോം കാർട്ടിലേജിനും ഇടയ്ക്കായിരിക്കും യൂട്രസ്. അപ്പോൾ ഈ 3 ആഴ്ചയിലെ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. 16ാമത്തെ ആഴ്ചയിൽ സിംഫൈസിസ് പുബിക്കിനും അംബ്ലിക്കസിനും ഇടയ്ക്കായിരിക്കും. 24ാമത്തെ ആഴ്ചയിൽ അംബ്ലിക്കസിലായിരിക്കും. 28 ആകുമ്പോൾ അംബ്ലിക്കസിനും എൻസിഫോം കാർട്ടിലേജിനും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാൾസ് ആയിട്ടുള്ള കൺട്രാക്ഷനാണ്. നമ്മുടെ ബ്രാക്സ്റ്റൺ ഹിക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടുപിടിച്ചതും നെയിം ഇട്ട് കൊടുത്തത്. നമുക്ക് ബൈമാനുവൽ പാൽപേഷനിൽ നമ്മുടെ കൈ കൊണ്ട് ഒരു യൂട്രസിൽ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു പാൽപേഷനാണ് ഇത്. ഇറഗുലർ ആയിരിക്കാം, ഇൻഫ്രീക്വൻറ്റ്, സ്പാസ്മോഡിക് ആൻഡ് പെയിൻലെസ് വിത്തൗട്ട് എനി ഇഫക്റ്റ് ഓൺ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് തന്നെ നിങ്ങളത് കാണാതെ പഠിച്ചു വെച്ചോളണം. ദ കൺട്രാക്ഷൻസ് ആർ ഇറഗുലർ, ഇൻഫ്രീക്വൻറ്റ്, സ്പാസ്മോഡിക് ആൻഡ് പെയിൻലെസ് വിത്തൗട്ട് എനി ഇഫക്റ്റ് ഓഫ് ഡയലേഷൻ ഓഫ് ദ സെർവിക്സ്. ഓക്കെ, നമ്മൾ ഈ ഡയലേഷൻ ഉണ്ടായാലും ഡയലേഷൻ അല്ല, ഈ കൺട്രാക്ഷൻ ഉണ്ടായിരുന്നാലും ഇൻട്രാ യൂട്രൈൻ പ്രഷർ റിമെയിൻസ് 8 mmHg താഴെ തന്നെ ആയിരിക്കും. ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇൻട്രാ യൂട്രൈൻ പ്രഷർ ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല, അതാണ് പറയുന്നത്. അത് 8 mmHg തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എക്സ്റ്റേണൽ ബലോട്ട്മെൻറ്റ്. എക്സ്റ്റേണൽ ബലോട്ട്മെൻറ്റ് നമുക്കൊരു 20th വീക്ക് ആകുമ്പോഴത്തേക്കും എലിസിറ്റ് ആവും. ഓക്കെ, എക്സ്റ്റേണൽ ബലോട്ട്മെൻറ്റ് ഒരു 20th വീക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്താ അടുത്ത് പറയുന്നത്? അടുത്തത് ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലിനിക്കൽ സൈനാണ് അല്ലേ പ്രഗ്നൻസിയിൽ. ഓൺ ഓസ്കൾട്ടേഷൻ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് കേൾക്കുന്നത് ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 18 തൊട്ട് 20 ആഴ്ചയിൽ നമുക്ക് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് കേൾക്കും. ഇനി ഫീറ്റൽ ഹാർട്ട് സൗണ്ട് പറയുമ്പോൾ അതിൻ്റെ നോർമൽ വാല്യൂ 110 തൊട്ട് 160 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലിനിക്കൽ സൈൻ എന്ന് പറയാൻ നമുക്ക് ഒരു ഓർഡിനറി സ്റ്റെതസ്കോപ്പ് വെച്ച് 20ാമത്തെ ആഴ്ചയിൽ ഒരു 18 തൊട്ട് 20ാമത്തെ ആഴ്ചയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫീറ്റൽ ഹാർട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. അതുകൂടെ തന്നെ നമുക്ക് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത് 110 തൊട്ട് 160 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇനി നമുക്ക് ഈ FHS പറയുന്ന 2 കാര്യങ്ങളാണ് യൂട്രൈൻ ഷഫിൾ ആൻഡ് ഫുണിക് ഷഫിൾ. യൂട്രൈൻ ഷഫിൾ ആൻഡ് ഫുണിക് ഷഫിൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. യൂട്രൈൻ ഷഫിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രൈൻ വെസൽസ്, ഡയലേറ്റഡ് ആയിട്ടുള്ള യൂട്രൈൻ വെസൽസിൽ കൂടെ ബ്ലഡ് ഫ്ലോ പോകുന്നതിൻ്റെ സൗണ്ടാണ് യൂട്രൈൻ ഷഫിൾ. നമ്മുടെ മെറ്റേണൽ പൾസും ഈ യൂട്രൈൻ ഷഫിളും സെയിം റേറ്റ് ആയിരിക്കും. ഓക്കെ, is a soft blowing and systolic murmur heard low down at the side of the uterus. It's best heard on left side. It is synchronized with maternal pulse. അമ്മയുടെ പൾസുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് വരുന്ന സൗണ്ടാണ് യൂട്രൈൻ ഷഫിൾ. എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഡയലേറ്റഡ് യൂട്രൈൻ വെസൽ. ഡയലേറ്റഡ് യൂട്രൈൻ വെസലിൽ കൂടെ ബ്ലഡ് പോകുന്നത് കൊണ്ട് കേൾക്കുന്ന ഒരു സൗണ്ടാണ് യൂട്രൈൻ ഷഫിൾ. അമ്മയുടെ പൾസും യൂട്രൈൻ ഷഫിളിൻ്റെ റേറ്റ് സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഫുണിക് അല്ലെങ്കിൽ ഫീറ്റൽ ഷഫിൾ. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ അംബ്ലിക്കൽ ആർട്ടറിയിൽ കൂടെ ബ്ലഡ് റഷ് ചെയ്ത് പോകുന്ന സൗണ്ടാണ് ഫുണിക് അല്ലെങ്കിൽ ഫീറ്റൽ ഷഫിൾ. ഇറ്റ് ഈസ് എ സോഫ്റ്റ് ബ്ലോയിങ് മർമറാണ്, സിങ്ക്രണൈസ്ഡ് വിത്ത് ദ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. യൂട്രൈൻ ഷഫിൾ എന്ന് പറയുമ്പോൾ മെറ്റേണൽ പൾസ്, ഫീറ്റൽ ഷഫിൾ എന്ന് പറയുമ്പോൾ ഫീറ്റൽ ഹാർട്ട് സൗണ്ടായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ മനസ്സിലായല്ലോ. ക്വിക്കനിങ് ഉണ്ട്, ലീനിയർ നൈഗ്ര, ഫണ്ടൽ ഹൈറ്റ്, ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ, എക്സ്റ്റേണൽ ബലോട്ട്മെൻറ്റ്, ഫീറ്റൽ ഹാർട്ട് സൗണ്ട്, അതിനകത്ത് യൂട്രൈൻ ഷഫിൾ ആൻഡ് ഫുണിക് സൗണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി കൂടുതലായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ നമ്മൾ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് സിംറ്റംസ് പറഞ്ഞു. ഫസ്റ്റ് 12 വീക്കാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. സെക്കൻഡ് ട്രൈമസ്റ്റർ 13 തൊട്ട് 23 വീക്ക് വരെയാണ്. ഇനി നമുക്കുള്ളത് തേർഡ് ട്രൈമസ്റ്റർ. നമ്മൾ ആദ്യം പറഞ്ഞ അമ്നോറിയ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുവാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് യൂട്രസിൻ്റെ ഷേപ്പ്, ഫണ്ടൽ ഹൈറ്റ്, സിംഫൈസിസ് ഫണ്ടൽ ഹൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ബാക്കി കുറച്ച് ക്യൂട്ടേനിയസ് ചേഞ്ചസ് അതുപോലെ തന്നെ ബ്രാസ്റ്റിംഗ് ഹിറ്റ്സ് ഇവിടെയും കാണും. ഫീറ്റൽ മൂവ്മെൻറ്റ് നമുക്ക് നന്നായിട്ട് ഫെൽറ്റ് ചെയ്യാൻ പറ്റും. ഫീറ്റൽ പാർട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ ലൈവ് പ്രസൻറ്റേഷൻ, പൊസിഷൻ ഓഫ് ദ ഫീറ്റസ് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെന്താ, FHS നന്നായിട്ട് ഓഡിബിൾ ആയിരിക്കും. പിന്നെ FHS എപ്പോഴൊക്കെയാണ് ഓഡിബിൾ അല്ലാത്തത്? മെറ്റേണൽ ഒബേസിറ്റി, പോളിഹൈഡ്രാമിനോസിസ്, പിന്നെ ഓസിപ്പിട്ടോ പോസ്റ്റീരിയർ പൊസിഷൻ, പിന്നെ ഇൻട്രായൂട്രൈൻ ഡെത്ത്. ഇങ്ങനെയുള്ള സമയങ്ങളിലല്ലാത്ത ബാക്കി എല്ലാ സമയത്തും നമുക്ക് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ഓസ്കൾട്ടേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് യൂട്രസിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് യൂട്രസിൻ്റെ പൈറിഫോം ഷേപ്പൊക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലേ. അതിൽ നിന്നും സിലിണ്ട്രിക്കൽ ടു സ്പെറിക്കൽ ഒരു 36 വീക്ക് ആകുമ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിലോട്ട് യൂട്രസ് എത്തും. ഓക്കെ, യൂട്രസ് ഒരു സ്പെറിക്കൽ ഷേപ്പിലോട്ട് എത്തും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറച്ച് യൂട്രസിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. 16th വീക്കിൽ മിഡ് വേ ബിറ്റ്വീൻ അംബ്ലിക്കസ് ആൻഡ് സിംഫൈസിസ് പുബിക്, 24th വീക്കിൽ അംബ്ലിക്കസ്. ഇനി അടുത്ത് പറയുന്നത് 22nd വീക്ക് ആകുമ്പോഴത്തേക്കും എൻസിഫോം കാർട്ടിലേജിൻ്റെ ലെവലായിരിക്കും. ഇനി അടുത്ത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, അടുത്ത് 36 വീക്ക് ആകുമ്പോഴത്തേക്കും ഇത് മുകളിൽ നിന്ന് പിന്നെയും താഴോട്ട് വരും അല്ലേ. 36 ടോപ്പ് ഓഫ് ദ യൂട്രസ് 36ൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് വരും. ഒരു 32 വീക്സിലും 14th വീക്കിലും യൂട്രസിൻ്റെ ലെവല് സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രസൻറ്റ് പാർട്ട് എൻഗേജ് ചെയ്യുമ്പോൾ 36 വീക്കിൽ അത്രയുമുള്ള പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് വരും. അപ്പോൾ 32 വീക്കിലും 14th വീക്കിലും നമ്മുടെ യൂട്രസിൻ്റെ ലെവല് സെയിം ആണ് ഡ്യൂ ടു എൻഗേജ്മെൻറ്റ് ഓഫ് പ്രസൻറ്റിംഗ് പാർട്ട്. ഓക്കെ, ഡ്യൂ ടു എൻഗേജ്മെൻറ്റ് ഓഫ് പ്രസൻറ്റിംഗ് പാർട്ട്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് SFH, സിംഫൈസിസ് ഫണ്ടൽ ഹൈറ്റ്. നമ്മുടെ സിംഫൈസിസ് ഫണ്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പർ ബോർഡർ ഓഫ് സിംഫൈസിസ് പുബിക്സ് തൊട്ട് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പുബിക് അപ് ടു ദ മാർക്ക്ഡ് പോയിൻറ്റ് ഈസ് മെഷേർഡ് ബൈ എ ടാപ്പ് ഇൻ എ സെൻറ്റിമീറ്റർ. ആഫ്റ്റർ 24th വീക്ക് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ സെൻറ്റിമീറ്റർ കറസ്പോണ്ട് ടു ദ നമ്പർ ഓഫ് വീക്സ് അപ് ടു ദ 36 വീക്ക്. ഇവിടെ വേരിയേഷൻ എത്രയാണ് വരുന്നത്? ±2 സെൻറ്റിമീറ്റർ ആയിരിക്കും വേരിയസ്. ±2 സെൻറ്റിമീറ്റർ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തേർഡ് ട്രൈമസ്റ്ററിലുള്ളൂ. ഞാൻ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞ് നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ.